വിശ്വാസികൾ ഒരു വിഭാഗം പേരെ ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നു. ഈ നടപടികൾ ഇനി എന്താണ് ഇതിനോട് ഉള്ളൊരു പ്രതികരണം, സഭയുടെ ഒരു പ്രതികരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടേണ്ടതുണ്ട്. കാരണം ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പോലീസ് നടപടിയും അടക്കം ഇത്തരക്കടുപ്പിച്ച് ഉണ്ടാകുന്നത്. അത് സഭ അവർ പരാതിപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ എന്നതടക്കം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിന് വൈദികരുടെ യോഗത്തിലേക്ക് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സഭയുടെ നടപടി നേരിടുന്ന ആരും തന്നെയും ഈ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു വിശ്വാസികളുടെ ആവശ്യമായിട്ട് പറഞ്ഞിരുന്നത്. കാരണം നടപടികൾ നേരിട്ടവർക്ക്, സഭയെ അനുസരിക്കാത്തവർക്ക്, അതിന്റെ ചട്ടക്കൂടിൽ നിൽക്കാത്തവർക്ക് യാതൊരു കാരണവശാലും ഇത്തരം ഈ സഭാ സമിതികളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നത് അവർ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടികൾ അവർ തടയാനായിട്ട് തീരുമാനിച്ചത്. അതിനനുസരിച്ച് 25 പേരുടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ഈ നടപടികൾ ഇവരെ ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ അവർക്ക് നടപടികൾ ഉണ്ടാകും എന്നത് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അവര് പിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. ഏതായാലും പോലീസുകാരെ വരെ തല്ലിയിട്ട് വിമതന്മാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങള് സമാധാനപരമായിട്ട് നിന്നിട്ട് ഞങ്ങളെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കാം. വാരിയല് വരെ ഒടിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങള് വളരെയധികം വളരെ ന്യായമായ രീതിയിൽ ഞങ്ങൾ വഴി നിൽക്കുന്നത്. ഞങ്ങൾ പോലീസിന്റെ വാരിയല് ഒടിച്ചിട്ട് ഒരു അറസ്റ്റും കണ്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. അച്ഛന്മാർക്ക് എന്തും ചെയ്യാം. ഈ അച്ഛന്മാര് പണിയെടുത്ത് ജീവിക്കട്ടെ. അച്ഛന്മാര് പണിയെടുത്ത് ജീവിക്കട്ടെ. ഞങ്ങളുടെ സ്വത്ത് കൊണ്ട് എന്തിനാ അവർ ജീവിക്കുന്നു? അവര് വാരിയെല്ലാം അടിച്ച് പോലീസുകാരുടെ ഓടിച്ചല്ലോ. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല? എന്തായാലും പ്രതിഷേധം വളരെ ശക്തമാണ്. കാരണം ഈ വൈദികർക്കെതിരെയുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നടപടികൾ പോലീസ് നടപ്പാക്കുന്നു എന്നതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളെ, ഇവരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് നേരത്തെ ഇതിനും വലിയ ബഹളങ്ങൾ ഇവിടെ നടക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായില്ല എന്നതാണ് നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത്. കാരണം ഇതിനു മുൻപും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് ഇവിടെ വാഹനം തടയുന്നതും അങ്ങനെ ആ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവത്തോട് അടുത്ത് നിൽക്കുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അപ്പോഴെല്ലാം പോലീസ് സംയമനം പാലിക്കുകയോ അല്ലെങ്കിൽ അത് വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുകയോ എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെ ആകുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. തങ്ങൾ പറഞ്ഞ ഒരു ആവശ്യങ്ങളുണ്ട്. 25 വൈദികരെ ഇതിൽ പങ്കെടുപ്പിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ അത് പറഞ്ഞിരുന്നു. അത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ പോലീസ് ഇത്ര പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് എന്തിനെ പ്രതിഷേധിക്കാൻ പോലുമുള്ള ഒരു അവകാശത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോയില്ല എന്നതെല്ലാമാണ് ഇവരുടെ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് വിശ്വാസികളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഈ വൈദികരെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർത്തിയിരുന്ന വിശ്വാസികൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസ് നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം ഒരു കാരണവശാലും ഇവിടെ കൂടി നിന്ന് പ്രതിഷേധിക്കുക, കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് കൂട്ടമായിട്ട് തന്നെ ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ മുഴുവനായിട്ട് തന്നെ ഇവിടെ നിന്ന് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് വൈദിക സമിതി യോഗം ചേരുന്ന ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ്. കാരണം അതിനു മുന്നിൽ, ബിഷപ്പ് ഹൌസിന് മുന്നിൽ യാതൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടേക്ക് കടന്നുവരുന്ന വൈദികർക്ക് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം അങ്ങനെ തടയുകയാണെങ്കിൽ, ആ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നടപടികളിലേക്ക് നീങ്ങും. ഒരു കാരണവശാലും അതിന് അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഈ നടപടിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളെ നീക്കം ചെയ്തിരിക്കുന്നു എന്നതാണ്. രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം അത് പല രീതിയിലും പലപ്പോഴും സംഘർഷാവസ്ഥയുടെ ഒരു വക്കിലേക്കെല്ലാം തന്നെ എത്തുന്നു. വൈദികർക്ക് അകത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ പോലീസിന്റെ ഇടപെടൽ ആ ഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നീടാണ് 25 പേരുടെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ഈ രീതിയിലേക്ക് അങ്ങനെയുള്ളവരെ മാത്രമേ അതിനകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തത്. അതനുസരിച്ചുകൊണ്ട് പോലീസ് നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ പിന്നീട് പോലീസ് ഇവിടെ നിന്ന് മുഴുവൻ പേരെയും നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനനുസരിച്ചാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രംഗം കുറച്ചുകൂടി ശാന്തമായിരിക്കുന്നു. ഇവിടെ നിന്ന് ഇവിടെ കൂടിയിരുന്നവരെ മുഴുവനായിട്ട് തന്നെ ബസ്സിൽ
ബസിലിക്കയുടെ കോമ്പൗണ്ടിലേക്ക്, ബസിലിക്ക പള്ളി അങ്കണത്തിലേക്ക് അവിടേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. അവരെ അവിടേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ മാറാം. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പള്ളി അങ്കണത്തിലേക്ക് നീങ്ങാം എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു. ഇനി പോലീസിന് അവരെ മാറ്റണമെങ്കിൽ കൃത്യമായിട്ട് ബസിലിക്കായുടെ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് അകത്ത് കയറി, അവരുടെ കോമ്പൗണ്ടിനകത്ത് കയറി പോലീസിനെ നീക്കം ചെയ്യേണ്ട രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ വരും. ഏതായാലും ഇപ്പോൾ ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നവരെല്ലാവരെയും തന്നെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. നമ്മൾ കാണുന്നതാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് കോമ്പൗണ്ടിനകത്തേക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നു. പലപ്പോഴും ഇതിനകത്തും സംഘർഷാവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തെയും സംഘർഷാവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. ഏതായാലും ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇത് ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. മുഴുവൻ പേരും ഇപ്പോൾ ബസിലിക്ക പള്ളിയുടെ അതിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധം തുടരുന്നു. നടപടി നേരിടുന്ന വൈദികരെ അതിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രീതിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടന്നുവന്നിരിക്കുന്ന സമരങ്ങൾ. പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയും ചെയ്യുകയാണ്. യാതൊരു കാരണവശാലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആ ഒരു സമര രീതി ഇപ്പോൾ എറണാകുളം ബസിലിക്ക കോമ്പൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു. തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന ആ നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. കുറേയധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇവിടെ സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അസാധാരണമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. വിശ്വാസികൾ വൈദികരെ തടയുന്ന സാഹചര്യം. ബിഷപ്പ് ഹൗസിന് പുറത്ത് വൈദികരുമായി വാക്കേറ്റമുണ്ടാകുന്നു. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ റാഫേൽ തട്ടിലിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ച യോഗത്തിലാണ് ഈ സംഘർഷമുണ്ടായത്. ബിഷപ്പുമാരെ അല്ലെങ്കിൽ വൈദികരെ ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു വിശ്വാസികളുടെ തീരുമാനം. അതനുസരിച്ച് അവർ വിശ്വാസികൾ അകത്തേക്ക് ആളുകളെ കയറ്റിവിടാത്ത പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഏതായാലും വലിയ തോതിലുള്ള ചില സംഘർഷങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ പോലീസ് പറഞ്ഞു, മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അവർ പക്ഷേ കുറേ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ പിരിഞ്ഞുപോയി എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എന്താണ് ഡാനി? പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് മൈക്കിലൂടെ പ്രഖ്യാപിച്ച ശേഷം വിശ്വാസികൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നുണ്ടോ, അതോ അവരവിടെ കൂടി നിൽക്കുകയാണോ? യോഗം ആരംഭിക്കാനുള്ള സാഹചര്യം തെളിയുന്നുണ്ടോ? രഞ്ജിത്ത്, യോഗം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. അതിനകത്ത് യോഗം തുടരുകയും ചെയ്തതാണ്. യോഗം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗത്തിന് ഇവിടേക്ക് മാറ്റിയിരിക്കുന്നു. എന്നാലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഏതായാലും തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ ഇവിടെ തുടരുകയാണോ? ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. കാരണം ഞങ്ങളിന്ന് വന്നത് തന്നെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സസ്പെൻഷനുള്ളവരും കാനോനിക തടസ്സങ്ങൾ നേരിടുന്ന വൈദികരെ എല്ലാം വിളിച്ചു ചേർത്തൊരു പ്രസ്പെറ്റേറിയം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വൈദികരല്ലാത്തവരുടെ വൈദിക സമിതി. അപ്പോൾ അതെന്തായെങ്കിലും സഭയ്ക്ക് പോലും ഏറ്റവും വലിയ കളങ്കമാണ്. നേരും നെറിയുള്ളവരെ വൈദികർ വേണം സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും ഇടവകകളിലും മറ്റ് സ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കാനും. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് സഭയുടെ വിശ്വാസികളായ ഞങ്ങൾ ഇതിനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വന്നത് കേട്ടോ. ഇതിപ്പോൾ പ്രതിഷേധം തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ കോമ്പൗണ്ട് ഞങ്ങൾ പുറത്തിറങ്ങില്ല. ഈ കോമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസിലിക്കയിൽ നിന്ന് ഈ സമൂഹം പുറത്തിറങ്ങില്ലെന്ന് അതിനിഗ്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ പോലീസുകാരോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ രക്തക്കല ഒഴിക്കാനും ശരി, ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പുറത്തു പോകില്ല. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കണ്ട. ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തട്ടിലും പാമ്പ്ലാനിയും വന്ന് ഇവിടെ വന്ന് മാപ്പ് പറയണം ഈ സീറോ മലബാർ സഭയുടെ വിശ്വാസികളോട്. അല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകില്ലെന്ന് പറയുന്നു.
അറസ്റ്റ് ഞങ്ങളിവിടെ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളിവിടെ എന്ത് തെറ്റ് ചെയ്തത്? ഞങ്ങളുടെ പ്രതിഷേധങ്ങളിൽ പ്രതിഷേധിച്ചു. പ്ലാമ്പാനി പിതാവാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഈ സഭാ വിശ്വാസികളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പ്ലാമ്പാനി പിതാവാണ് അറസ്റ്റ് ചെയ്യിച്ചത്. ഞങ്ങളിവിടെ എന്ത് തെറ്റ്? ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു. ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് മിക്കട്ടേറിയോ? പോലീസുകാരെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദികർ